ഇറ്റ്സ് മീ ഷസാം. നമ്മുടെ ഷാസ് ബ്രോ ഷസാം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, പെയ്ഡ് ഡീഗ്രേഡിംഗ് ടുവേർഡ്സ് റിവ്യൂവേഴ്സ് ആൻഡ് ക്രിയേറ്റേഴ്സ് മൈ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഷസാം ബ്രോ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം എനിക്കെതിരെ വന്ന ഒരുപാട് സൈബർ ബുള്ളിങ്ങുകൾ PR വർക്കിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് എന്നുള്ളൊരു കാര്യം ഞാൻ വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സീക്രട്ട് ഏജൻറ്റ് എന്ന് പറഞ്ഞ ചാനലിൻ്റെ ക്രെഡിബിലിറ്റി പൊട്ടിക്കുക, അതിന് വേണ്ടിയിട്ട് 2 വ്യക്തികൾ കൊടുത്ത PR ഒരു 90% എൻ്റെ കമൻറ്റ് ബോക്സിലും എനിക്ക് വന്ന മീമുകളും ട്രോളുകളും എന്നെ ഒരു ട്രോൾ മെറ്റീരിയലാക്കി, ഒരു ജോക്ക് മെറ്റീരിയലാക്കി, ഒരു ക്രെഡിബിലിറ്റി കളയ ഒരാളത്. ഇതാണ് ഇപ്പോഴത്തെ PR വർക്കിൻ്റെ മെയിൻ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട്. എൻ്റെ ഗെയിം ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട്. ബിഗ് ബോസിൽ എൻ്റെ ഗെയിം ഇഷ്ടപ്പെടാതെ ബിഗ് ബോസ് കഴിഞ്ഞു, ബിഗ് ബോസ് അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി, ന്യൂട്രൽ ക്രൗഡ് അത്രയേ ഉള്ളൂ. പക്ഷെ അതല്ല, ഇവർ PR വർക്ക് കൊടുത്ത് നമ്മളെ ഒരുമാതിരി ഫൺ ജോക്ക് കോമാളി എലമെൻ്റ് ആക്കിയിട്ടുള്ള മീമ് ട്രോള് സാധനങ്ങൾ ഇറക്കി നമ്മുടെ ക്രെഡിബിലിറ്റി പൊട്ടിച്ചു കഴിഞ്ഞാൽ, ഞാൻ പ്രീവിയസ്ലി പണ്ട് എൻ്റെ ഇതേ ചാനലിൽ ഇരുന്നിട്ട് ഈ വ്യക്തികളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ക്രെഡിബിലിറ്റി ഇല്ലാതെ സംസാരിച്ചതാണ് എന്നുള്ള രീതിയിലാക്കി മാറ്റാനും, ഇനി ഫ്യൂച്ചറിൽ ഞാൻ ഈ വ്യക്തികളെക്കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു ക്രെഡിബിലിറ്റി ഇല്ല എന്നുള്ള രീതിയിൽ അവൻ പറഞ്ഞിട്ട് ഈ സംഗതി വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ PR വർക്ക് നടന്നിട്ടുണ്ടായിരുന്നത്. ഇത് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കെതിരെ ഈ PR വർക്ക് 2 പേരാണ് കൊടുത്തത് എന്നും ആ 2 വ്യക്തികളുടെ ഐഡൻറ്റിറ്റിയോ ഡീറ്റെയിൽസോ ഞാൻ പറയാതിരുന്നത് വേറെ ഒന്നുകൊണ്ടുമല്ല, കാരണം എനിക്കതിൻ്റെ ഒരു മെറ്റീരിയൽ എവിഡൻസ് നമുക്ക് കിട്ടണം. ഇത് PR വർക്കിന് ഇവർ അപ്രോച്ച് ചെയ്ത ആളുകളാണ് എന്നോട് പറഞ്ഞത്. അവരാ PR വർക്ക് എടുത്തില്ല, പക്ഷെ വേറെ ആളുകൾ ഏറ്റെടുത്തു സിനിമ റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ ഇത് ഞാൻ അനുഭവിച്ച സമയത്ത് ഞാനിത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിത് ഇതേ ടൈമിൽ എൻ്റെ ഫ്രണ്ട്സാണ്, ഷാസ് ബ്രോ ആണെങ്കിലും കോക്കാണെന്നുണ്ടെങ്കിലും നമ്മൾ മൂവി റിവ്യൂ ചെയ്യുന്ന കുറേ പേര്, ഞാൻ ഇവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കെതിരെയും ഇത് തന്നെയാണ് നടക്കണേന്നുള്ളത്. ദ എക്സാക്ട് തിങ് ഇപ്പോൾ ഇവർക്ക് മനസ്സിലായ എക്സാക്ട് തിങ് അവർക്ക് മനസ്സിലായി. കാരണം ഇവിടെ പല സിനിമകൾ മൂവി റിവ്യൂവേഴ്സ് റിവ്യൂ ചെയ്യുമ്പോൾ തിയേറ്ററിൽ അവർ നല്ലത് പറയും, ഇത് നേരെ OTT റിലീസാവും. OTT റിലീസാവുമ്പോൾ എന്ത് ചെയ്യും, ഫേസ്ബുക്കിലടക്കം കുറേ മെയിൻ പേജുകളും കുറേ സിനിമ റിലേറ്റഡ് പേജുകളിലും എന്താണോ മൂവി റിവ്യൂവേഴ്സ് പോസിറ്റീവ് പറഞ്ഞ ഏത് സിനിമയാണോ ആ സിനിമ OTT വരുമ്പോഴത്തേക്ക് ഇതിന് നെഗറ്റീവ് അടുപ്പിക്കും വരും. ഇനി ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് കുറേ നെഗറ്റീവ് പറഞ്ഞു മൂവി റിവ്യൂവേഴ്സ് എന്ന് വിചാരിച്ചോ, ഇത് OTT വരുമ്പോഴത്തേക്ക് ഇവരെന്ത് ചെയ്യും, കുറേ പെയ്ഡ് പോസിറ്റീവ് സാധനങ്ങൾ അടുപ്പിച്ച് വിടും. ഇത് ഉൾട്ടടുപ്പിച്ച് ഈ മൂവി റിവ്യൂവേഴ്സിൻ്റെ ക്രെഡിബിലിറ്റി ആളുകളുടെ മുന്നിൽ തകർത്ത് കളയുക എന്നുള്ള പരിപാടി ഇവിടെ സിനിമാക്കാർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതൊരു സ്ലോ പ്രോസസ്സ്, ഒരു സ്ലോ പോയിസൺ മാതിരി അവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എടുത്ത് നോക്കിയോ, ടർബോ ആണെങ്കിലും വർഷങ്ങൾക്ക് ശേഷം ആണെങ്കിലും അങ്ങനെ കുറേ എക്സാമ്പിൾസ് നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ അറിയാം ഈ പരിപാടി ഇവർ കാണിക്കുന്നുണ്ട്. ഇത് ഹിന്ദിയിലും തമിഴിലും ഒക്കെ സിനിമാക്കാർ അവിടുത്തെ റിവ്യൂവേഴ്സിനെതിരെ പയറ്റി അവർ ഓൾമോസ്റ്റ് സക്സസ് ആയിട്ടുള്ള സാധനങ്ങളാണ് അവരിവിടെ അടിക്കാൻ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സംഗതി നിങ്ങൾക്കെതിരെയും വരും എന്നുള്ളത് ഞാൻ അന്നേ അവരോട് പറഞ്ഞു. കാരണം ഞാനിത് എക്സ്പീരിയൻസ് ചെയ്ത മനുഷ്യനാണ്. ഒരാളെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കി അയാളൊരു മീം ട്രോൾ മെറ്റീരിയൽ ആക്കാൻ വേണ്ടിയിട്ടുള്ള PR വർക്കുകൾ. ഇന്ന് ഷാസ് ബ്രോ ഇട്ട വീഡിയോയിലുള്ള ഷാസ് ബ്രോ പറയുന്ന കാര്യങ്ങൾ കേട്ടോ. ഇതിപ്പം നമ്മൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി ഇത് എന്താ. അത് ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി ഇട്ടേ, നമ്മുടെ നാഗാർജുനേരെ മറ്റേ മോന്റെ കല്യാണത്തിന് മറ്റേ ഇതായാലും എൻഗേജ്ഡ് ആയാലും ശോഭിതയായിട്ട്. അപ്പൊ എന്റെ സ്റ്റോറി ഇങ്ങനെയാണ്, യവൻ ആരാടാ എന്നാണ് ആരാടി എന്നായി പോയി. യവൻ ആരാടാ, ഫസ്റ്റ് സമാന്ത, ഇപ്പൊ ശോഭിത. അത്രയ്ക്ക് റിസ്പ്രോ മാക്സ് ആണോ യവന്, അതായത് അത്രയ്ക്കും ചാമിങ് ആണോ യവൻ എന്നാണ് ആ ചോദിച്ചതിൻ്റെ ഇത്. ഇതിലെവിടെയാണ്, നിങ്ങൾ തന്നെ പറ, ഇതിലെവിടെയാണ് ഞാൻ നാഗാർജുനേരെ മോനെ മോശം പറഞ്ഞത്, അല്ലെങ്കിൽ അവരെ മറ്റേ കടപ്പറയുടെ ഇടയിൽ കൂടെ ഞാൻ പോയി നോക്കിയത്? ആദ്യം അവൻ സമാന്തയെ കല്യാണം കഴിച്ച് ഡിവോഴ്സ് ചെയ്തു, ഇതാണ്ട് ഇപ്പം അടുത്ത ഒരു ഹാർട്ട് ത്രോബായ ശോഭിതയെ എൻഗേജ് ചെയ്തു. അത്രയ്ക്കും റിസ്ക് ആണ്. അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് കേട്ടോ ഞാൻ ഇട്ടേക്കണത്, ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോ ഇത് കണ്ട് ഞാൻ അങ്ങനെ ഇട്ടിട്ട് അങ്ങ് പോയി. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഒരുപാട് പെയ്ഡ് പ്രൊമോഷൻ മീം ചാനൽസ് ഇതിനെ ഇങ്ങനെ കട്ടൊക്കെ ചെയ്തിട്ട് എന്തോ ഇവൻ അയൽക്കാരുടെ വീട്ടിലെ എന്താ അമ്മാവനാണ്, ഇവൻ എന്താണ് ഇങ്ങനെയാണ്, അത് മനഃപൂർവ്വം ഇങ്ങനെ ഒരു സാധനം വരുത്തി തീർത്തിട്ട് എൻ്റെ ക്രെഡിബിലിറ്റി കളയുക. ഞാൻ പറയുന്നത് പൊട്ടത്തരമാണെന്ന് നാട്ടുകാരാണ്. ബിക്കോസ് ഇപ്പൊ ഇത് നിങ്ങൾ കണ്ടാണല്ലോ, ഇതിൽ എനിക്ക് വളരെ മോശമായിട്ട് ഇപ്പൊ ഈ പയ്യന്റെ ഈ ഒരു സാധനം ഇവൻ ചോദിക്കുന്നത്,
എങ്ങനെ? അപ്പം ഇവൻ ഇങ്ങനെ നാഗാസ് റിസ്ക് ലെവൽ നീഡ്സ് ടു ബി സ്റ്റഡീഡ്. 104K ലൈക്സും 1290 ഇത് 34,000 റീപോസ്റ്റ്. ഇത് ഞാൻ ഒരു കോണ്ടന്റ് ആയിട്ട് മാറ്റിയില്ല, പക്ഷെ അതിന് പേര് ഒരു സ്റ്റോറി ഇട്ടപ്പോൾ ഇവന് കിട്ടുന്നത് അപ്രീസിയേഷനും എനിക്ക് കിട്ടുന്നത് മോശവും. നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ. ഇത് ഇപ്പോഴത്തെ കുറെ പെയ്ഡ് കാശ് കൊടുത്ത്, അത് സിനിമാക്കാരാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബിക്കോസ് സിനിമ പ്രൊമോട്ട് ചെയ്യുന്ന പേജിലാണ് ഈ ഒരു സാധനം വന്നിട്ട് കളിക്കുന്നത്. എക്സാക്ട്ലി ദ സെയിം തിങ് ഞാൻ പറഞ്ഞത്. അതായത് ഒരാളുടെ, ഒരു കോണ്ടന്റ് ക്രിയേറ്ററിന്റെയോ ഒരു വ്യക്തിയുടെയോ ക്രെഡിബിലിറ്റി കളയുക. ഇതാണ് ഇവിടുത്തെ മെയിൻ PR വർക്കിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഷാസ് ബ്രോ എന്ന് പറഞ്ഞാൽ മൂവി റിവ്യൂ ചെയ്യുന്ന ഒരാളാണ്. മൂവി റിവ്യൂ ചെയ്യുന്ന ഒരാൾ എന്തെങ്കിലും ഒരു മൂവി റിലേറ്റഡ് കോണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ ആ മൂവി റിലേറ്റഡ് കോണ്ടന്റ് എടുത്ത് കൊണ്ടുപോയിട്ട് കുറേ മീം അടിച്ച്, കുറേ ട്രോൾ അടിച്ച്, ട്രോളുകൾ എന്ന് പറയുമ്പോൾ എക്സ്പെൻസ് കൂടിയ പരിപാടിയാണ്. ഏതൊരു വീഡിയോ ട്രോൾ കോണ്ടന്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസ് കൂടിയ പരിപാടിയാണ്. പിന്നെ ഇവിടുത്തെ കുറേ ട്രോളന്മാരെന്ന് പറഞ്ഞാൽ ഇവരെ കാശിന് വീഴാത്ത ആളുകളാണ്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ക്രിയേറ്റിവിറ്റീൻ്റെ മുകളിലാണ് ട്രോൾ ചെയ്യുന്നത്. പക്ഷെ ചെറിയ ചെറിയ കുറേ ട്രോൾ പേജുകൾ, സിനിമ ട്രോൾ പേജുകളെ പിടിച്ചിട്ട് ഇവർ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ PR ടീമുകൾ ഇവർക്ക് ഈസി ആക്സസ് ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ മീം പേജുകളാണ്. ഈ മീം പേജുകൾ വഴി ഇവരെന്ത് ചെയ്യും? ഈ സിനിമ റിവ്യൂ ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഇവർക്ക് ആരുടെയാണോ ക്രെഡിബിലിറ്റി പൊട്ടിക്കേണ്ടത്, അതായത് ആ വ്യക്തി പറയുന്നത് പൊട്ടത്തെറ്റാണ്, അവൻ മണ്ടനാണ്, അവൻ പൊട്ടനാണ്, അവൻ വിഡ്ഢിയാണ്, അവനൊരു ജോക്കറാണ്, ഈ രീതിയിൽ ഒരാളെ പോർട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഈ മീം പേജുകൾ യൂസ് ചെയ്യും. കാരണം ഇവിടെ മീം പേജുകൾ അധികം ഹാൻഡിൽ ചെയ്യുന്നത് കുറേ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊമോഷൻസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഈ പേജുകളിലൂടെ ഇപ്പോൾ എനിക്ക് ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് കൃത്യമായിട്ട് എനിക്ക് വരുന്ന കമൻറ്റ് ബോക്സിലുള്ള കമൻറ്റുകൾ ഞാൻ എടുത്ത് സോർട്ട് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് കമൻറ്റ് ഇടുന്ന ചാനലുകളും അവരുടെ യൂട്യൂബ് ചാനലിലൊക്കെ അവരിടുന്നത് സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റുകളാണ്, മൂവി റിലേറ്റഡ് കോണ്ടന്റുകൾ. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി തുടങ്ങിയെന്ന് ഞാൻ അത് ഇവരോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഷാസ് ബ്രോന് കാര്യം മനസ്സിലായി. ഒരു വ്യക്തിയെ, ഒരു ക്രിയേറ്ററിനെ, ഒരു ഇൻഫ്ലുവൻസറിൻ്റെ ക്രെഡിബിലിറ്റി കളയുക എന്നുള്ള രീതിയിലുള്ള പുതിയൊരു PR വർക്കാണ് പ്രത്യേകിച്ച് സിനിമ റിവ്യൂ ചെയ്യുന്നവർക്കെതിരെയും അല്ലെങ്കിൽ സിനിമാക്കാരെ കുറിച്ച് സംസാരിക്കുന്നവർക്കെതിരെയൊക്കെ ഇവർ മെയിനായിട്ട് ചെയ്യുന്ന പരിപാടി ഇപ്പോൾ ഇതാണ്, ക്രെഡിബിലിറ്റി പൊട്ടിക്കുക. അത് കുറേ മീം ഇറക്കിയിട്ടും കുറേ ട്രോൾ ഇറക്കിയിട്ടും ഒക്കെയാണ് ഇവർ ചെയ്യുന്നത്. അതായത് ഒരു 100, 10, 20 അങ്ങനെ ഒരു കുറേ നമ്പറിൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ കുറച്ചധികം പേജുകളിൽ കുറേ മീം ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ കുറേ ഇൻട്രാക്ഷൻ വരും ഇല്ലേ? ഇവൻ പൊട്ടനാണ്, മണ്ടനാണെന്നൊക്കെ പറഞ്ഞ് ഇതിനെ ഏറ്റുപിടിക്കാൻ ആളുകൾ വരും. ഇത് 10, 20 ആവും, 20, 100 ആവും, 100, 1000 ആവും. അങ്ങനെ ഒരാളുടെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കുന്ന പരിപാടി. ഇതിനുള്ള PR വർക്കാണ്. പിന്നെ ഈ മീം പേജുകളൊക്കെ സെലക്ട് ചെയ്ത് പിടിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പൈസ കൊടുത്താൽ മതി. ട്രോളന്മാർക്ക് ആരെങ്കിലും ഇനി കിട്ടിക്കഴിഞ്ഞാലും ട്രോളന്മാർ അങ്ങനെ പൈസ മേടിച്ചിട്ട് ചെയ്യുന്ന ട്രോളന്മാരൊന്നും അല്ല മലയാളത്തിലുള്ള ട്രോളന്മാർ, മനസ്സിലായ? അവരെ കിട്ടൂല. ഇനി ഏതെങ്കിലും ചെറിയ ചെറിയ പേജുകളായി ഇനി സിനിമ റിലേറ്റഡ് ആയിട്ടുള്ളവരെ കിട്ടിക്കഴിഞ്ഞാലും അത്യാവശ്യം കാശ് അതിന് കൊടുക്കണം. മീമുകൾക്ക് അങ്ങനെയല്ല. ഇങ്ങനത്തെ ഈ ട്രോൾ മീമുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ പൈസ മുടക്കിയാലും ഒരു സംഗതി നടക്കില്ല. ഈ സിനിമ പ്രൊമോഷന് ഭാഗമായിട്ട് 2 പ്രൊമോഷൻ കൊടുത്തിട്ട് ബാക്കി ഇതേപോലുള്ള വർക്കുകളും സൈഡായിട്ട് ഇവർക്ക് കൊടുക്കാൻ പറ്റും. ഇവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ക്രെഡിബിലിറ്റി ഇല്ലാതാക്കുക, ഇതാണ് അവരുടെ ആവശ്യം. ഇത് ഇപ്പോഴും ട്വിറ്ററിൽ ഇതിനെ പൊക്കിക്കൊണ്ട് വന്നിട്ട് ഒരു ട്വീറ്റ് ചെയ്തേക്കാണ്. അടുത്ത മറ്റേ ചെകുത്താൻ്റെ ഒരു സാധനം ഞാൻ റീട്വീറ്റ് ചെയ്തപ്പോൾ ചെകുത്താൻ അകത്തായത് ഡിഫറെന്റ് ആയിട്ടുള്ള സാധനം. അതായത് പട്ടാളക്കാർ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യണം, നമ്മുടെ സ്വന്തം ഇന്ത്യൻ ആർമിയെ ചീത്ത വിളിച്ചതിനും അവർ മണ്ടന്മാരാണെന്നും പറഞ്ഞത് കൊണ്ടാണ് ചെകുത്താനെ പിടിച്ച് അകത്തിട്ടത്. അത് ഞാനും ഓക്കെ അടിക്കും. അപ്പൊ ആ ഒരു സാധനം റീപോസ്റ്റ് ചെയ്തിട്ട് ഒരുത്തം താഴെ അന്ന ശ്രദ്ധിച്ചോ, അല്ലെങ്കിൽ ഇതിനും കേസ് വരുമോ എന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ എന്ത് തെറ്റാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്, ഞാൻ എന്താണ് ഇതിൽ തെറ്റ് പറയുന്നത്, നിങ്ങൾ തന്നെ പറയാം. ആദ്യം സമയം ഇപ്പോ ശോഭിത അത്രയ്ക്ക് റിസ്ക് പ്രോ മാക്സ് ആണോ എന്ന് ചോദിക്കുന്നത് എവിടെയാണ് മോശം? ഇത് മെയിൻലി ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ അതിനെ മറ്റേ ആ വാക്കിനെ ചുറ്റി മാറ്റി നൈസായിട്ട് അവിടെ കണ്ട അവൻ പറയണ എല്ലാം പൊട്ടത്തെറ്റാണ്, അവൻ പറയണ എല്ലാം മണ്ടത്തരമാണ്. ഈ സാധനം ഒരു 10 പേരിലോട്ട് അടിച്ചു വെച്ചിട്ട് ആ 10 പേര് 100 ആവും, 100 1000 ആവും. അങ്ങനെ ആക്കി നൈസായിട്ട് നമ്മുടെ ഇത് കുറയ്ക്കാനായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇറങ്ങുന്നത്. ഇത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു സിനിമയുടെ ഒപ്പീനിയൻ പറയുന്ന സമയത്തും ഒരേ ടൈപ്പ് ഓഫ് ആൾക്ക് ഒരേ മെസ്സേജ് ആണ് എല്ലാ എണ്ണത്തിന്റെ സാഹചര്യം തരും. ഞാൻ കാണിച്ചു തരാം. ഈ പോസ്റ്റ് ഇട്ടതിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു നിനക്ക് എത്ര കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ അവൻ എന്റെ അടുത്ത് പറഞ്ഞ ഡയലോഗാണ്, ജ്ഞാപകത്തിന്റെ അത്രയൊന്നും എനിക്ക് കിട്ടി. ഒരുത്തന്മാരിപ്പോഴത്തെ ജ്ഞാപകത്തിലാണ് പിടിച്ചത്, അതായത് വരുത്തി തീർക്കുകയാണ്. നമുക്കിഷ്ടപ്പെട്ട പടം പൊട്ടപ്പടമാണ് എന്ന് വരുത്തി തീർക്കുന്ന ലെവൽ ഓഫ് സാധനമാണ് ഇവർ ഈ കാണിക്കുന്നത്. ഞാൻ ഇത് ആദ്യം കോക്കിന്റെ ഇതാണ്, അശ്വന്ത് കോക്കിന്റെ ഇതില് കണ്ടില്ലേ, സെയിം ആള് ഇങ്ങനത്തൊരു
ഇത് ഇട്ടിട്ടുണ്ട് ഒരു സാധനം. വേറെ ഒരു ചാനലിലും ഇതേ ആള് സെയിം കമന്റ് ഇട്ടിട്ടുണ്ട്. കാര്യം മനസ്സിലായില്ലേ? ഇത് പെയ്ഡാണ്, ഇതൊരു പെയ്ഡ് അറ്റാക്കാണ്. നമ്മൾ ആൾക്കാരെ വാ പൊത്തി വെക്കുക എന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം എനിക്ക് സിനിമാക്കാരുടെ അടുത്ത് പറയാനുള്ളത്, ഒരു സിനിമ കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഈ ഇന്ത്യ മഹാരാജ്യത്തിലുണ്ട്. നിങ്ങൾ ആരെയും പേടിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ പേഴ്സണലി ഒരു നടനെയോ നടിയോ സംവിധായകനെയോ നിർമ്മാതാവിനെയോ ഒക്കെ മോശം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ റൈറ്റും ഉണ്ട് നമ്മുടെ വാടപ്പിക്കാനോ ഇതുപോലെ പിടിച്ച് ജയിലിടാനോ. നമ്മൾ മോശം പറഞ്ഞാൽ, ഇല്ലാത്ത കാര്യം പറയുക, ചീത്ത വിളിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ധൈര്യമായിട്ട് നിങ്ങൾ കൊണ്ട് കേസ് എടുത്തു. നമ്മൾ കാശ് മേടിച്ചിട്ടാണ് ഈ ഒരു ക്യാമറയും പൊക്കി മറ്റേ ഫ്രണ്ടിൽ ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മൾ സിനിമയെ മനഃപൂർവ്വം മോശം പറയുന്നു എന്നുള്ളൊരു പ്രൂഫും നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കേസ് കൊടുക്കണമേ. എനിക്ക് ഒരു വിഷയമില്ല, കൊടുക്ക്, നിങ്ങൾക്ക് അറിയാമെങ്കിൽ കൊടുക്ക്. അപ്പൊ സംഗതി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് കമന്റ് ബോക്സിൽ ഓൾമോസ്റ്റ് സിമിലർ കമന്റ്സ് ഫ്രം ദ സെയിം പ്രൊഫൈൽ ഓർ ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഫൈലുകളിൽ നിന്ന് സെയിം പരിപാടി. ഞാൻ അന്ന് എന്താണോ എനിക്കെതിരെ വന്ന സൈബർ അറ്റാക്കിനെ കുറിച്ച് പറഞ്ഞത്, അതായത് ഒരു സിനിമ റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ ആ റിവ്യൂയുടെ ലിങ്ക് എടുത്ത് കൊണ്ടുപോയിട്ട് ടെലിഗ്രാം ഗ്രൂപ്പിലോ വാട്സാപ്പ് ഗ്രൂപ്പിലോ കൊണ്ടുപോയി ഇട്ട് കൊടുക്കുന്നു. അവിടെ അവരോട് പറയുന്നു നിങ്ങൾ ഈ ഫോർമാറ്റിലുള്ള കമൻ്റ് ഇടണം. ആ ഫോർമാറ്റിൽ നിന്ന് മാറ്റിയിട്ട് അവർക്ക് കമൻറ്റ് ചെയ്യാം ഓരോരുത്തർക്ക്. ഓക്കെ, ഇതൊക്കെ ഒരു PR വർക്കിൻ്റെ ഭാഗമായിട്ട് കൃത്യമായിട്ട് ഇവർ എക്സിക്യൂട്ട് ചെയ്യുന്ന പരിപാടിയാണ്. കാരണം ഇവിടെയുള്ള സിനിമ റിവ്യൂവേഴ്സ് ഒരാളുടെ, ഇപ്പം എനിക്കറിവില്ല, എൻ്റെ അറിവിലുള്ള ഉണ്ണിയാണെങ്കിലും കോക്കാണെങ്കിലും ഷസാമാണെങ്കിലും തിരുവനന്തപുരമാണെങ്കിലും മൺസൂൺ മീഡിയ ആണെന്നുണ്ടെങ്കിലും സിദ്ബ്രോ ആണെങ്കിലും ആരും ഒരാളുടെ കയ്യിൽ നിന്നും പൈസ മേടിച്ചിട്ടല്ല സിനിമയുടെ റിവ്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവർ വരച്ച വരയിലല്ല സിനിമ റിവ്യൂവേഴ്സ് ഇവിടെ നിൽക്കുന്നത്. അപ്പം ക്രെഡിബിലിറ്റി പൊട്ടിക്കണം. ക്രെഡിബിലിറ്റി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഏത് എക്സ്ട്രീമിലും PR വർക്ക് കൊടുത്തു പോകുന്നുള്ള പരിപാടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഇവിടെ ഷാസ് ബ്രോ പറഞ്ഞ പോലെ നിങ്ങളെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി നിങ്ങളെ മുമ്പിപ്പിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുക്ക്. നിങ്ങളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടും നിങ്ങളെ ത്രട്ടൻ ചെയ്തും പൈസയ്ക്ക് വേണ്ടി നിങ്ങളെ ത്രട്ടൻ ചെയ്ത് നിങ്ങളെ പ്രൊഡക്റ്റിനെ മനഃപൂർവ്വം മോശമാക്കും എന്ന് പറയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേസ് കൊടുത്തോ. പിന്നെ ഒരു എക്സ്ട്രീം ലൈൻ വിട്ടിട്ട്, ഈവൻ കോക്കിനെയാണെങ്കിലും ഞാൻ പറയുന്നു, ഒരു എക്സ്ട്രീം ലൈൻ വിട്ടിട്ട് ഇവിടുത്തെ ഏതെങ്കിലും ഒരു നടനെയോ നടിയോ വളരെ മോശമായ രീതിയിൽ ബോഡി ഷെയിം ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ വൃത്തികേട് പറയുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോക്കിനെതിരെ നിങ്ങൾ കേസിന് പോയിക്കോ, അല്ലെങ്കിൽ വേറെ ഏത് മൂവി റിവ്യൂവേഴ്സിനെതിരെ നിങ്ങൾ കേസിന് പോയിക്കോ. അവരെ പേഴ്സണലി കയറി ഹരാസ് ചെയ്ത് അവരെ പേഴ്സണലി ടാർഗറ്റ് ചെയ്ത് അവരെ വളരെ മോശമായി പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% കേസ് കൊടുക്കാം. ഞാനടക്കമുള്ളവരെ അതിന് സപ്പോർട്ട് ചെയ്യും. ഒരു ലൈൻ ഓഫ് റെസ്പെക്റ്റ് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാവർക്കും ഓക്കെയാണ്. അല്ലാതെ നിങ്ങളുടെ കയ്യിൽ കാശുണ്ട്, നിങ്ങൾക്ക് ബാക്കി മൂവി റിവ്യൂവേഴ്സിൻ്റെ ക്രെഡിബിലിറ്റി പൊട്ടിക്കണം, ബാക്കി കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ക്രെഡിബിലിറ്റി പൊട്ടിക്കണം എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ PR വർക്ക് ചെയ്യാം. പക്ഷെ ഇത് എത്ര സമയം ചെയ്യും, എത്ര ദിവസം നിങ്ങളിത് ചെയ്യും? ഇപ്പം എൻ്റെ കാര്യത്തിൽ ആ ഒരു സാധനം നിങ്ങൾക്ക് തെളിഞ്ഞാലേ എത്ര കാലം ഇത് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും, എത്ര കാലം ഈ സാധനം ഇവർക്ക് ചെയ്ത് പിടിച്ച് നിൽക്കാൻ പറ്റും. അപ്പം ഇതാ പറഞ്ഞ ഈ സംഗതി ദയവ് ചെയ്ത് വ്യൂവേഴ്സ് മനസ്സിലാക്കുക. ഇവിടെ മണ്ടത്തരം പറഞ്ഞാലോ പൊട്ടത്തരം പറഞ്ഞാലോ അല്ലെങ്കിൽ ഒരാളെ തെറി പറഞ്ഞാലോ ഒരാളെ മോശം പറഞ്ഞാലോ നിങ്ങൾ പിടിച്ച് എയറിലാക്കിക്കോ, കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനത്തെ PR ചതിക്കുഴിയിൽ നിങ്ങൾ പോയി പെടാതിരിക്കുക. ക്രെഡിബിലിറ്റി ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ PR ടീമിൻ്റെ പരിപാടി. അത് കൃത്യമായി ഫീഡ് ചെയ്യാൻ ഇവിടെ ആളുകളുണ്ട്. അവർ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, ഇങ്ങനത്തെ മൂവി റിവ്യൂ ചെയ്യുന്ന ആളുകളെയാണ്.